ആരോഗ്യമന്ത്രി ചെയർമാനായ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലെ 4.42 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് കൃത്യമായ രേഖകളില്ലാത്തതിനാൽ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് സ്റ്റേ ഏർപ്പെടുത്തി. ടെൻഡർ ചട്ടങ്ങൾ ലംഘിച്ചും സർക്കാർ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും നടത്തിയ ഉപകരണ വാങ്ങലുകളും ശമ്പള വിതരണത്തിലെ അവ്യക്തതയുമാണ് റിപ്പോർട്ടിലെ പ്രധാന ക്രമക്കേടുകൾ. ടെൻഡറോ കൊട്ടേഷനോ ധനവകുപ്പിൻ്റെ അനുമതിയോ ഇല്ലാതെ സാധനങ്ങൾ വാങ്ങുക, പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ശേഷം കരാർ തയ്യാറാക്കുക, ഉയർന്ന തുക കോട്ട് ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക തുടങ്ങിയ ഗുരുതര വിഷയങ്ങളാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത്. പേ വാർഡുകളിലും ലാബുകളിലും സൗകര്യമൊരുക്കുന്നതിന് 2022, 2023, 2024 വർഷം 40.23 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഇതിൻ്റെ രേഖകൾ ഇല്ല. കരാറിലുള്ള ഓക്സിജൻ ജീവനക്കാർക്ക് 2 വർഷം ശമ്പളം നൽകിയത് 58.3 ലക്ഷം രൂപ ചെലവഴിച്ചതായി ചെക്ക് ഇഷ്യൂ രജിസ്റ്ററിലുണ്ട്. എന്നാൽ ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകളോ കരാറിൻ്റെ വിശദാംശമോ ജോലി ചെയ്യുന്ന യൂണിറ്റുകളുടെ വിവരങ്ങളോ ഓഡിറ്റിന് കൈമാറിയില്ല. സൊസൈറ്റിയുടെ സേവനങ്ങളെപ്പറ്റിയുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നത് തമിഴ്നാട്ടിലെ ദിനപത്രങ്ങളിലാണ്. സംസ്ഥാനത്തിന് പുറത്ത് പരസ്യം നൽകുന്നതിൻ്റെ ഗുണം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മറുപടിയുണ്ടായില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ലാബിലേക്കും ആശുപത്രികളിലേക്കും വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് 3 കോടി രൂപ മുടക്കി വാങ്ങിയ സാധനങ്ങൾക്ക് ടെൻഡർ വിളിച്ചതിന് രേഖയില്ല. ഇവ ലഭ്യമാക്കണമെന്ന് കത്ത് നൽകിയെങ്കിലും സൊസൈറ്റി അവഗണിച്ചിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് വഴി വാഹനങ്ങൾ വാങ്ങണമെന്നാണ് ചട്ടമെങ്കിലും അത് പാലിക്കാതെ 1.81 ലക്ഷം ചെലവിട്ട് 2 ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി. ഇതിന് ധനവകുപ്പിൻ്റെ അനുമതി വാങ്ങിയില്ല.